ലോകത്തിന് മനസ്സിലാകാത്ത തരത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു. മരിക്കുമെന്നറിഞ്ഞിട്ടും കൊല്ലുമെന്നറിഞ്ഞും കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ടും തങ്ങൾ സ്വീകരിച്ച ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ അവർ ലോകത്തിൽ ഭയപ്പെട്ടില്ല. ശരീരത്തെ കൊല്ലുന്നവരല്ല അവർ ഭയപ്പെട്ടത്, ശരീരത്തെയും ആത്മാവിനെയും നിത്യനരകത്തിൽ തങ്ങൾ കഴിവുള്ളവരെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചു. പാപത്തിലേക്ക് തങ്ങളുടെ ജീവിതം വിട്ടുപോകാതിരിപ്പാൻ ദൈവ സംരക്ഷണ കാര്യമാണ് അവർ കാഴ്ചവെച്ചു. 2000 വർഷത്തോളമായി അവർ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയിട്ട് എന്നിട്ടും അവരുടെ ഓർമ്മ ഈ ഭൂമിയിൽ നിന്ന് മങ്ങിയില്ല. അവരെ കൊന്നവരുടെ ഓർമ്മകളെല്ലാം മങ്ങി. അവരുടെ കൊന്നവരുടെ ചിലരുടെ പേര് മാത്രം ഓർമ്മയുണ്ട്. അവർ ചെയ്തതൊന്നും ഓർമ്മയില്ല. അവരൊന്നും ഈ ഭൂമിയിൽ മാതൃകയാക്കി വെച്ചില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവരെ ഉയർത്തിപ്പിടിക്കാൻ അനേക തലമുറകളുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ വാഴ്ത്തിയ ദൈവത്തെ നമുക്ക് വാഴ്ത്താം. പത്രോസും പൗലോസും ആരാധിച്ച ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവൻ സത്യദൈവമാണ്. അവർ ആരാധന ജാതി മതഭേദമന്യേ ആരാധിക്കാൻ കൊള്ളുന്ന ദൈവമാണ്. നീ ഏത് ജാതിയിൽപ്പെട്ടതാണ്, നീ ഏത് മതത്തിൽപ്പെട്ടതാണ്, നിനക്കെന്തൊരു പണമുണ്ട്, നിനക്കെന്തൊരു യോഗ്യതയുണ്ട്, നീ ഏത് കുലത്തിൽ ജനിച്ചു, ഇതൊന്നും ഘടകമില്ല. പകരം സത്യദൈവത്തിൻ്റെ കുഞ്ഞാണ് നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ദൈവം അട്ടിയുറപ്പിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഏത് ദേശത്ത് ജീവിച്ചാലും, ഏത് മാതാപിതാക്കന്മാർക്ക് ജനിച്ചാലും, ഏത് ദൈവത്തെ ആരാധിച്ചാലും നീ അറിയുക, നീ സത്യദൈവത്തിൻ്റെ കുഞ്ഞാണ്. നീ സത്യദൈവത്തിൻ്റെ കുഞ്ഞാണ്. 2, നിന്നെ നിത്യ രാജ്യത്തെത്തിക്കുവാൻ, നിന്റെ ജീവിതത്തിലെ സകല ബന്ധനങ്ങൾ അഴിക്കുവാൻ, സകല ആഭിചാരക്കെട്ടുകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ദേവന്മാരുടെ മാന്ത്രിക വിദ്യകളിൽ നിന്ന്, സകല ആഭിചാര ശക്തികളിൽ നിന്ന്, സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മോഹ അരൂപികളിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത് നിത്യരാജ്യത്തെ പ്രവേശിക്കാൻ അവിടെ തന്നെ പുത്രനെ നിനക്ക് വേണ്ടി ബലികൽപ്പിച്ചു എന്നതാണ് സത്യം. ആ ദൈവപുത്രനായ യേശുവിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അപ്പോസ്തലന്മാർ ആരാധിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേക്ക് ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. ഞങ്ങൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയും ഹൃദയമെല്ലാം നമ്മുടെ മേൽപ്പെടുത്തട്ടെ. നമുക്ക് ഒരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യഹൂദ സമുദായത്തിൽ അങ്ങനെ പറയുമ്പോൾ യഹൂദ ജീവിതത്തിൽ പാപം ഒരു വലിയ പ്രശ്നമാണ്. പാപത്തിന്റെ ശമ്പളമാണ്, വലിയ ശാപം വരുമെന്ന് അവർ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ശിഷ്യന്മാർ ചോദിക്കും, ആരുടെ പാപനിമിത്തമാണ് ഇങ്ങനെ സംഭവിച്ചത്? അവർക്കൊരു ചോദ്യം എപ്പോഴും ഇല്ല, ഇത് ആരുടെ പാപമാണ്? അതുകൊണ്ട് പലപ്പോഴും യേശു ചിലരെ സുഖപ്പെടുത്തുമ്പോൾ ഇതാ നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ സൗഖ്യമുണ്ടാകുന്നു. അപ്പൊ പാപം ജീവിതത്തിന്റെ ഒരു നാശത്തിന്, പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം പാപമാണ് എന്ന് അതിശക്തമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. പാപം ഒരു വലിയ പ്രശ്നമായിരുന്നു. എങ്ങനെ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം? അപ്പോൾ അവർക്ക് ന്യായപ്രമാണത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാപപരിഹാരം ബലിയർപ്പിക്കുക, ഒരാടിനെ വാങ്ങുക, ആടിന്റെ തലയിൽ കൈവെക്കുക, എന്നിട്ട് ചെയ്ത പാപങ്ങളെല്ലാം ആടിന്റെ തലയിൽ വെച്ച് പറഞ്ഞിട്ട് ഈ പാപം ആടിന്റെ തലയിലേക്ക് വെക്കുന്നു. ഒരു വ്യക്തി ചെയ്ത പാപം മുഴുവൻ ആടിന്റെ തലയിലേക്ക് വെക്കും. അവനാകെ ചെലവ് ഈ ആടിന് വാങ്ങുന്ന കാശാണ് അവന്റെ ചെലവ്. അപ്പൊ അവന് ചെലവുണ്ട്. എന്താണ്? അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു പങ്ക് ആടിന് വാങ്ങാൻ ചെലവായി. അതാണ് അവന്റെ ഏക ചെലവ്. എന്നിട്ട് ആടിന്റെ തലയിലേക്ക് വെച്ചിട്ട് ഈ ആടിന് ഒരു വലിയ മലഞ്ചെരുവിൽ കൊണ്ടുവിടും. എന്നിട്ട് അവര് ആ മലഞ്ചെരുവിൽ നിന്ന് ഉന്തിത്തള്ളി താഴെ ഇടും. അത് താഴെ കൊണ്ട് കഴുത്തൊടിഞ്ഞ് ചാവും. അപ്പോഴെന്തായി? ഈ പാപത്തിന്റെ ഫലം ആരേറ്റെടുത്തു? ആട് ഏറ്റെടുത്തു. ആട് നശിച്ചു, ആട് ചത്തു. അപ്പോൾ ഇയാൾ വിചാരിച്ചു ഇയാൾ സ്വതന്ത്രനായി, അടുത്തോളം പാപം ചെയ്യാം. കാരണം എന്താണ്? എന്താ ചെലവുള്ളൂ? ഒരാടിനെ വാങ്ങിയാൽ. ഈ ഒരു ചിന്ത ധരിക്കുമ്പോൾ എന്നിട്ടും പാപത്തിന്റെ കെട്ടിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ല, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ല. അപ്പോൾ പാപമോചനത്തിന്റെ പരിഹാരത്തിന്റെ ആടായിട്ട് ഇറങ്ങി വന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചത് യോഹന്നാൻ പറഞ്ഞു, ഈ പോണേറങ്ങി
ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാട്. ഏത് പാപം? ലോകത്തിന്റെ മുഴുവൻ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 1:35. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യോഹന്നാൻ ആദ്യം ഇങ്ങനെ പഠിപ്പിച്ചു. പിറ്റേ ദിവസം വീണ്ടും നോക്കുമ്പോൾ ആളുകൾ യോഹന്നാന്റെ പുറകെ വരികയാണ്. യോഹന്നാന്റെ പുറകെ തന്നെ വരികയാണ്. അപ്പൊ യോഹന്നാൻ ചോദിച്ചു, എന്തിനാ എന്റെ പുറകെ വരുന്നത്? ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ പുറകെ വന്നവര് വേഗം യോഹന്നാൻ പറഞ്ഞത് കേട്ടിട്ട് യേശുവിന് പിന്നാലെ. യോഹന്നാന്റെ ശുശ്രൂഷ ശരിയാക്കാൻ തുടങ്ങി. യോഹന്നാന്റെ പിന്നാലെ പിന്നെയും ആള് വരുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വന്നുകൊണ്ട് നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടില്ല. എന്റെ പുറകെ വന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം വരില്ല. നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കണമോ? നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പിന്നാലെ പോവുക. അവർ അതേ കുഞ്ഞാടിന്റെ പുറകെ പോയി. ചോദിച്ചു, അങ്ങ് എവിടെ താമസിക്കുന്നു? വന്ന് കാണാൻ പറഞ്ഞു. ചെന്നു, കണ്ടു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വലിയ വീട്ടിലാണോ താമസിക്കുന്നത്? ഇല്ല, താമസിക്കാനും സ്ഥലമില്ല, കിടക്കാനും സ്ഥലമില്ല. പക്ഷെ ചെന്നപ്പോൾ മനസ്സിലായി ഇതൊരു വലിയ ദൈവിക സാന്നിധ്യത്തിലാണ് താൻ ജീവിക്കുന്നത്. വന്ന് കാണാൻ പറഞ്ഞപ്പോൾ ചെന്ന് കാണാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര സന്തോഷമായി. അവരിറങ്ങിയിട്ട് ഓടി. ഒരാൾ അന്ത്രയോസ് ഓടി ചെന്ന് ചേട്ടൻ പത്രോസിനോട് പറഞ്ഞു, ചേട്ടായി വേപ്പ, ഞങ്ങൾ യേശുവിനെ കണ്ടു, മിശിഹായെ കണ്ടു. മറ്റേ പുള്ളി ഓടി ചെന്ന് നാഥാന്യനോട് കൂട്ടുകാരോട് പറഞ്ഞു, എടാ ഈ അത്തിമരത്തിന്റെ ചോട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, കണ്ടു ആളെ വാ. അങ്ങനെ ആളെ കൂട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ യോഹന്നാൻ ലോകത്തിന് പരിചയപ്പെട്ടു. അല്ല, ഈ യോഹന്നാൻ എങ്ങനെ ഇത് മനസ്സിലായി? അതൊരു പ്രശ്നമാണ്. ഈ യോഹന്നാൻ പറഞ്ഞത് കേട്ട് ഇവർ പോണെങ്കിൽ യോഹന്നാൻ പറയുകയാണ്, ഇതാണ് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് പറഞ്ഞ് വിശ്വസിച്ചു. യോഹന്നാൻ ഇതെങ്ങനെ മനസ്സിലായി? യോഹന്നാൻ ഇത് തന്നെയാണ് ഇനി ആളെന്ന് എങ്ങനെ മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ഇത് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയോ? യോഹന്നാൻ കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും അറിഞ്ഞു സത്യത്തെ. ഇപ്പൊ നമ്മളൊരു കാര്യം അറിയുന്നത് എങ്ങനെയാണ്? ഒന്ന് കേട്ടറിയും, അല്ലെ? നമ്മുടെ കാതുകൊണ്ട് തന്നെ കേട്ടറിയും. കേട്ടറിഞ്ഞ് നമ്മൾ വിശ്വസിക്കും. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്, അല്ലെ? നമ്മൾ വിശ്വസിക്കും. ചിലത് കണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട്, വേറെ ആരും പറഞ്ഞില്ല, കണ്ണുകൊണ്ട് കണ്ട്, അല്ലെ? വേറെ ഇതൊന്നുമല്ല, ഞാൻ തൊട്ടറിഞ്ഞതാണ്. ഞാൻ തൊട്ടറിഞ്ഞതാണ്. തീക്ക് ചൂടാണ്, ഞാൻ തൊട്ടറിഞ്ഞതാണ്. പഞ്ചസാരയ്ക്ക് മധുരാണ്, ഞാൻ എന്റെ നാവിൽ തൊട്ട് രുചിച്ചറിഞ്ഞത്, അല്ലെ? വേറെ വേറെ ആരുമല്ല പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞതാണ്, അല്ലെ? പറഞ്ഞറിയും. ഇപ്പൊ കേട്ടറിയും, തൊട്ടറിയും, കണ്ടറിയും, അനുഭവിച്ചറിയും, അല്ലെ? അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോന്ന് അറിയുന്നത്. യോഹന്നാൻ ഇങ്ങനെ അറിഞ്ഞു. എങ്ങനെയാണ്? ഒരിക്കൽ യോഹന്നാൻ യോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുകയാണ്. തീരത്ത് നിന്ന് പുള്ളി ഭയങ്കര പ്രസംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ പ്രസംഗം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവരെ, വാത്സല്യമുള്ളവരെ, അങ്ങനെയൊക്കെ പറഞ്ഞാണോ? തന്തയ്ക്ക് തടക്കി വെച്ചിട്ടുള്ള പ്രസംഗമാണ്, അല്ലെ? അങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്ത് മാന്യമായിട്ട് പ്രസംഗിക്കുന്നതല്ലേ? വാത്സല്യമുള്ളവര്, സത്യത്തിൽ ഒരു വാത്സല്യം ഒന്നും ഞങ്ങൾക്ക് ഒരേ നിങ്ങൾക്ക് പറയും, അല്ലെ? ബഹുമാനപ്പെട്ടവരെ, അതൊന്നും ഇല്ല. എങ്കിലും നമ്മളൊരു ചടങ്ങിന് അങ്ങനെ പറയാം. യോഹന്നാൻ വന്നിട്ട് ആളുകളുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഇവരൊന്നും വാത്സല്യമുള്ളവരെ, പ്രിയപ്പെട്ടവരെന്ന് വിളിക്കാൻ തോന്നിയില്ല. പറഞ്ഞു, തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിച്ചോളൂ, അല്ലേ? നിന്റെയൊക്കെ അപ്പൻ അബ്രഹാം ആണെന്ന് പറഞ്ഞ് വീൻ പഠിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ കിടക്കുന്ന ഒരു കരികല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേട്ടവര് കുറച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യോഹന്നാന്റെ പ്രസംഗം ആ പാപിനിയായ സ്ത്രീ കേട്ട് കഴിഞ്ഞ അവസ്ഥ കാണിച്ചു. ഒന്ന് ആലോചിക്കും. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, പാപിനി, ആ ശമരിയാക്കാരി സ്ത്രീയൊക്കെ യോഹന്നാന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ മറ്റേ അന്നേരം തന്നെ വല്ല സുൽത്താൻ കഴിച്ചിട്ട് ചെയ്യും. കാരണം അമ്മാതിരി പ്രസംഗമാണ് പറയുന്നത്. അതുപോലെയാണ് ശാസിച്ച് പ്രസംഗിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ദൈവം ക്ഷമിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, വൃക്ഷത്തിന്റെ വേരിന് കോടാലി വെച്ചിട്ടുണ്ട്, വെട്ടി കൂട്ടി തീയിലിട്ട് ചുട്ട് ചാരാക്കി കളയും. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ മീറ്റിങ്ങിന് വെച്ചു. അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റും. അത്ര തീഷ്ണമാണ്. അതായത് പാപത്തിനും പാപജീവിതത്തിനും എതിരെയുള്ള അതിശക്തമായ പ്രസംഗമാണ്. ഈ സ്വഭാവം കൊണ്ട് പോയ വെട്ടിക്കൂട്ടി ദൈവം തീയിലിട്ട് കളയും. അതുപോലെ പ്രസംഗിക്കുക. ജനങ്ങളെല്ലാം വന്നിട്ട് പാപം ചെയ്ത ജനം യോഹന്നാന്റെ പ്രസംഗത്തിന്റെ ആത്മാഭിഷേകം കണ്ട് പാപം ഏറ്റു പറഞ്ഞ് നിലവിളിച്ച്, ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ഇനി പാപം ചെയ്യരുത്, കൂടുതൽ പിരിക്കരുത്, ചുങ്കം പിരിക്കുന്നവർ സുരക്ഷിത ശ്രദ്ധിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ജീവിപ്പിക്കുകയാണ്. എവിടെയാണ് പുള്ളിയുടെ മീറ്റിംഗ് പ്ലേസ്? യോർദാൻ നദിയുടെ തീരം. അപ്പൊ ഒരു സ്ഥലത്ത് എന്താണ്, നമ്മൾ ഈ നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ പുറകെ ഒരു മ്യൂസിക് വരുന്ന പോലെ യോഹന്നാന്റെ പ്രസംഗത്തിന് പറയുന്നൊരു താളമുണ്ട്. എന്നതാണ് യോർദാനിലെ വെള്ളച്ചാട്ടം, അല്ലെ? യോർദാനിലെ വെള്ളം ഇങ്ങനെ കുതിച്ചു ചാടുന്ന ഒച്ചയിൽ ജനം ഇങ്ങനെ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു സീക്വൻസ്. ഇങ്ങനെ പോകണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ വന്ന് യോഹന്നാനോട് ചോദിച്ചു, ഇയാൾ ആരാണ്?
നീ ആരെങ്കിലും മനസ്സിലായില്ല, നീ ഈ വലിയ പ്രസംഗം ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ റാബിമാരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, അതിനൊക്കെ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അവരെയൊക്കെ അധികാരത്തോടുകൂടി സെമിനാരി പഠിച്ച് വന്നേക്കുന്നതാണ്, ഗമാലിയന്റെ കീഴിലും അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പഠിച്ച ആൾക്കാരാണ്. ഇയാൾ എവിടെ പഠിച്ചത്? നീ ആരാ? യോഹന്നാൻ ഇതിന് ഉത്തരം പറയണമെന്നുണ്ട്. എന്തുത്തരാണ് യോഹന്നാൻ പറയാനുള്ളത്? നീ ആരാ? പ്രവാചകനാണോ? യെരമ്യ? ഏലിയ? പിന്നെ ആരാ? യോഹന്നാൻ പറയാൻ അവൻ ആരാണ്? നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ആരാണ്? ഈ കസേരയിലിരിക്കുന്ന ഓരോരുത്തരോടും ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ മീനങ്ങാടി പള്ളിയിൽ അച്ഛനാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ ഭർത്താവാണ്, ഇന്നയാളുടെ അപ്പനാണ്, നമുക്ക് പല മേഖലസുണ്ട്. സത്യത്തിൽ നമ്മൾ ആരാണ്? ഒരു ദൈവത്തിൽ പറയാൻ പറ്റിയ നല്ലൊരു മറുപടി യോഹന്നാൻ പറഞ്ഞു. നീ ആരാണ്? നീ ആരാണെന്ന ചോദ്യത്തിന് സുന്ദരമായ ഉത്തരം യോഹന്നാൻ പറഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ആ സക്കറിയാവിന്റെ മകൻ, അതല്ല. എലിസബയുടെ അത്ഭുത ശിശു, അതല്ല. ഞാൻ ജനിച്ചപ്പോൾ അപ്പന്റെ നാവിന്റെ കെട്ട ഞാൻ ശിശു അല്ല. എന്റെ അമ്മ എന്നെ 6 മാസം വയറ്റിപ്പെടും ആയിരുന്ന സമയത്ത്, കന്യാമറിയം വന്ന സമയത്ത് ഞാൻ ഗർഭത്തിൽ കിടന്ന പരിശുദ്ധാത്മാവ് അതൊന്നും എന്റെ മേൽ വിലാസം. ഞാൻ ആരാണ്? യോഹന്നാൻ പറയുന്നു, ഞാൻ കർത്താവിന്റെ വഴി നേരെയാക്കുകയെന്ന്. കർത്താവിന്റെ വഴി നേരെയാക്കുവിനെന്ന് എവിടെയാ? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ്. എവിടെ നിങ്ങൾ പ്രസംഗിക്കുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൽ ഒച്ചൊക്കെ ഉണ്ടാവും. യോർദാന്റെ തീരത്ത് നിന്ന് സമൃദ്ധമായ ജലത്തിന്റെ അരികിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന. അതെന്തങ്ങനെ? നമ്മൾക്കിവിടെ ധ്യാനം നടക്കുന്നത് ഉപ്പാടി ജ്ഞാനേന്ദ്ര. ഞാനിവിടെ പറയണം, ഈ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് വാർത്തമാണ് ഇത്. കുപ്പാടി ജ്ഞാനേന്ദ്രം എല്ലാവർക്കും അറിയാം. നമ്മൾ ചുമ്മാ അടിക്കണം യെരൂശലേം ദേവാലയമാണ്, അല്ലെങ്കിൽ ഞാൻ ബത്തേരി ടൗണിൽ നിന്നാണ് ഇരിക്കുന്ന സ്ഥലം ഏതാണ്? കുപ്പാടി ജ്ഞാനേന്ദ്രമാണ്. പിന്നെ അങ്ങനെ പറഞ്ഞു, യോർദാൻ നദിയുടെ തീരത്ത് നിന്ന് പ്രസംഗിക്കുന്നവൻ വിളിച്ചു പറയാണ്, ഞാൻ മരുഭൂമിയിൽ കർത്താവിന്റെ വഴി നേരെയാക്കണമെന്ന് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ആ ശബ്ദമാണ് ഞാൻ. അർത്ഥം എന്താണ് ഈ മരുഭൂമി? മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മുളയ്ക്കാത്ത സ്ഥലം. മരുഭൂമി എന്ന് പറഞ്ഞാൽ വരണ്ട സ്ഥലം. മരുഭൂമി എന്ന് പറഞ്ഞാൽ ജലാംശമില്ലാത്ത സ്ഥലം. മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും നിലനിൽക്കാൻ പറ്റാത്ത സ്ഥലം. മരുഭൂമി ഒരു വരണ്ട സ്ഥലം. അത് ഈ കസേരകളിൽ ചില മനുഷ്യരുടെ ഹൃദയങ്ങളാണ്. അത് യോർദാന്റെ തീരത്ത് നിൽക്കുന്ന ചില ജീവിതങ്ങളാണ്. വരണ്ടുപോയി, വറ്റിപ്പോയി, ഒരു പുൽനാമ്പ് പോലും ഇനി മുളക്കില്ല. പ്രതീക്ഷയുടെ ഒരു സാധനം ഇനി മുളച്ചു വരില്ല. ഒരു വിത്തിട്ടാൽ അങ്ങനെ കിടക്കും. ഇനി എന്റെ കുടുംബജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമോ? ഒരു മുള പൊട്ടുന്നില്ല. മരുഭൂമി. ഇനി എന്റെ ജീവിതത്തിലേക്ക് ഒരു സമാധാനത്തിന്റെ ഉണ്ടാകുമോ? ഒരു വിത്തിട്ടാൽ ഒരു മുള പൊട്ടാത്ത ചില മനുഷ്യർ. ഇനി ഒരൊറ്റ ജീവിതമുള്ളൂ, എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ചില മനുഷ്യരില്ല. ഇനി മതി, ഇയാളുടെ കൂടെ ജീവിച്ച് മടുത്തു, ഈ മക്കളെ കൊണ്ട് മടുത്തു, ഈ ഭാര്യയെ കൊണ്ട് മടുത്തു, ഈ രോഗം കൊണ്ട് മടുത്തു, ഈ സാഹചര്യം കൊണ്ട് മടുത്തു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മുളയും പൊട്ടി പുറപ്പെടാതെ വിഷമിച്ച് നിൽക്കുന്ന ജീവിതങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വരുന്നുണ്ട്, അവന്റെ വഴി നേരെയാക്കണം. അത് വിളിച്ചു പറയലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്കൊരു ബോധ്യം വേണം, നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കർത്താവിന്റെ വഴി എവിടെയെങ്കിലും വളഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് നേരെയാക്കണം. അത് നേരെയാക്കണം. ഇനി നമ്മൾ ആലോചിക്കുക, എന്റെ ജീവിതത്തിലേക്ക് യേശുവിന് കടന്നു വരാൻ പറ്റാത്ത വിധം വഴി വളഞ്ഞു തന്നെ കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു നദി ഇങ്ങനെ നേരെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദി എങ്ങനെ വളഞ്ഞു പോകുന്നു? ആ ഒഴുക്കിന് എന്തെങ്കിലും തടസ്സം വന്നാൽ അത് വളയണം. അത് വളഞ്ഞ ദിശ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകാൻ തുടങ്ങും. അത് നേരെ ലക്ഷ്യത്തിലേക്ക് ഒഴുകണമെങ്കിൽ തടസ്സം മാറും. സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം, ക്രിസ്തുവിൽ കിട്ടിയ പാപമോചനം, യേശുവിന്റെ രക്ഷ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ ആ തടസ്സങ്ങൾ എടുത്തങ്ങ് മാറ്റണം. അങ്ങനെ പറഞ്ഞു, ആ തടസ്സം എടുത്തു മാറ്റണമെന്ന് അവര് വഴിയൊരുക്കാൻ വന്ന ജീവിതമാണ് ഞാൻ. എന്റെ ഉള്ളിൽ കിടക്കുന്ന അസൂയയുടെ അയൂരി, എന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരം, എന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യഭിചാര ചിന്തകൾ, എന്റെ ഉള്ളിൽ കിടക്കുന്ന ദുർമോഹങ്ങൾ, എന്റെ ഉള്ളിൽ കിടക്കുന്ന ആസക്തികൾ, ഇതാ കർത്താവിന്റെ വഴിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് നേരെ ഇത് പറയാൻ വേണ്ടി വന്ന ആളാണ്. അപ്പൊ അവര് ചോദിച്ചു, അത് ഞങ്ങൾക്ക് മനസ്സിലായി, നീ വെള്ളം കൊല്ലൊഴിക്കുന്നതിനാണ് ആൾക്കാരുടെ സ്നാനം കൊടുക്കുന്നതിനാണ്. അപ്പൊ യോഹന്നാൻ പറഞ്ഞു, ഞാൻ സ്നാനം കൊടുക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പിന്നാലെ വരുന്നവരുണ്ട്, അവരുടെ ചെരുപ്പിന്റെ വാറ എടുക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ആർക്കൊന്നും മനസ്സിലായില്ല. യോഹന്നാൻ അത്ര പറഞ്ഞു. പിന്നീട് ഒരു ദിവസം യേശു അതിനെ വരുന്ന കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇവനെ ലോകത്തിന് വെളിപ്പെടുത്താനാണ് ഞാൻ സ്നാനം കൊടുക്കുന്നത്. ശുശ്രൂഷയുടെ അർത്ഥം കൂടെ പറഞ്ഞു. ഞാൻ ആരാണ്? കർത്താവിന്റെ വഴി നേരെയാക്കുന്നത്. എന്റെ പ്രവൃത്തിയുടെ ലക്ഷ്യം എന്താണ്? യേശുവിനെ വെളിപ്പെടുത്തുക. അപ്പൊ നമ്മളിവിടെ ധ്യാനം നടത്തുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? യേശുവിനെ വെളിപ്പെടുത്തുക.
നമ്മൾ ഈ ധ്യാനത്തിന് വന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? മക്കളുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുക, ചുറ്റുപാടുകളിൽ യേശുവിനെ വെളിപ്പെടുത്തുക. ഈ യേശുവിനെ വെളിപ്പെടുത്താൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച ദൂതന്റെ വായിലേക്ക് ദൈവം തരുന്നു. ഈ യേശുവിനെ വെളിപ്പെടുത്താൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ തരുന്നു. ചിലരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടാൻ തുടങ്ങി. ദൈവത്തെ വെളിപ്പെടുത്തും. ചിലരുടെ ജീവിതത്തിൽ ദൈവം രോഗവും ഭാരവും തരും. ക്രിസ്തു. ചിലരുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത നന്മകൾ ദൈവം വിതറും. യേശുവിനെ ദൈവത്തെ വെളിപ്പെടുത്തുക. കിട്ടിയ സാഹചര്യങ്ങൾ യേശുവിനെ വെളിപ്പെടുത്തണം. അതാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രഘോഷിക്കുക, വചനത്തിന്റെ സാക്ഷിയാകുക, ധീരതയോടെ വചനം പ്രസംഗിക്കുക, നിത്യജീവനം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുക. 1 തിമോത്തി 6:12. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും യേശുവിനെ വെളിപ്പെടുത്തുക, വചനം ഘോഷിക്കുക. യോഹന്നാൻ അങ്ങനെ വഴി നേരാക്കാൻ തുടങ്ങി. എങ്ങനെയാണ് വഴി നേരാക്കിയത് എന്ന് കേട്ടോളൂ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം വഴി നേരാക്കുന്നത് എങ്ങനെയാണ്? 19 മുതലുള്ള. യോഹന്നാൻ നോക്കുമ്പോൾ നാട് ഭരിക്കുന്ന ഹെറോദ രാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള കർത്താവിന്റെ വഴി വളഞ്ഞു കിടക്കുകയാണ്. ഇത് നേരെയാണ്. അത് നേരെയാക്കാൻ പോയി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നേരെയാക്കിയാലേ നാട് നന്നാവുള്ളൂ, ഈ ലോകം നന്നാവുള്ളൂ. അതുകൊണ്ട് നേരെയാക്കണം. യോഹന്നാൻ ഇറങ്ങിയൊക്കെ ചെന്നു. വായിച്ച് 3:19. ഹെറോദസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെയും പേരിലും കഠിനമായി കുറ്റപ്പെടുത്തി. യോഹന്നാനെതിരെ ഹെറോദിയോട് പറഞ്ഞു, ഒന്ന്, വീട്ടിലിരിക്കുന്ന ചേച്ചിനെ വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടു. ഹെറോദിയ അതെന്താ? 2, നീ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ അത് നിർത്തണം. കർത്താവിന്റെ വഴി നേരെയാക്കണമെങ്കിൽ ഇത് രണ്ടും ശരിയാക്കണം. 1, നിന്റെ ദുഷ്പ്രവൃത്തി മാറ്റണം. ഇത് യോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തോട് പറയേണ്ടതാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വഴി നേരെയാക്കണം. 1, നിന്റെ ദുഷ്പ്രവൃത്തികൾ മാറ്റുക. 2, നിന്റെ തെറ്റായ ബന്ധങ്ങൾ മാറ്റുക. യോഹന്നാൻ ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, ഹെറോദോസേ, നിന്റെ തെറ്റായ ബന്ധങ്ങൾ മാറ്റുക, നിന്റെ ദുഷ്പ്രവൃത്തികൾ നിർത്തുക. അല്ല, എന്താ ഈ വീട്ടിലിരിക്കുന്ന ചേച്ചി ഭാര്യയ്ക്ക് എന്താ കുഴപ്പം? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. എന്നാ ഈ കുഴപ്പമില്ല, ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കുഴപ്പം? മത്തായിയുടെ സ്നേഹം 14-ാം അധ്യായത്തിൽ നാലാം തിരുവചനം 3 തിരുവചനം. ഹെറോദോസ് ഹെറോദോസ് രാജാവ് യോഹന്നാൻ ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്കുള്ള കർത്താവിന്റെ വഴി ഒന്ന് നേരെയാക്കാൻ പോയതാണ്. പിടിച്ച് ജയിലിടും. എന്താ ജയിലിടാൻ കാരണം എന്നാണ് പറയുന്നത്? സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. ഹെറോദിയ നിമിത്തമാണ് ഹെറോദോസ് യോഹന്നാൻ പിടിച്ച് ജയിലിട്ടത്. അതെന്താ കാര്യം? യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതം. സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് അത് നീതിയല്ല, പാപം നിന്റെ കൂടാരത്തിൽ കിടക്കുന്നത് കൊണ്ട് കർത്താവിന്റെ വഴി നിന്റെ ഭവനത്തിലേക്ക് വരില്ല. പാപം നിന്റെ വാതിക്കൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് കർത്താവിന്റെ കൃപ നിന്റെ ഭവനത്തിലേക്ക് വരില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊരു ദൂതായിട്ട് സ്വീകരിക്കണം. എന്റെ കുടുംബത്തിന്റെ അറവാതിലിന്റെ മുമ്പിൽ പാപത്തെ ഇങ്ങനെ കൊണ്ട് വെച്ചിരുന്നാൽ എന്റെ ഭവനത്തിലേക്ക് ദൈവം ഒഴുകുന്ന നന്മ ദിശ മാറി. അത് നേരെയാക്കണം. വളഞ്ഞു വിളന്ന് കിടക്കുന്ന വഴി നേരെയാക്കണം. ഇതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ യോഹന്നാൻ എന്നൊക്കെ പറയാൻ നല്ല ധൈര്യമുണ്ട്. കാരണം എന്താ അറിയോ? യോഹന്നാൻ അറിയാം ആരെയാ സാക്ഷ്യപ്പെടുത്തുന്നത്. ആരെയാ? യേശു. അല്ല, അപ്പൊ ഇങ്ങനെ യോഹന്നാൻ അറിഞ്ഞത്? യോഹന്നാൻ ഇത് അറിയാൻ കാരണം യോഹന്നാൻ യോർദാൻ നദിയുടെ തീരത്ത് ഈ ശുശ്രൂഷ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു സ്നാനം സ്വീകരിക്കുന്നു. വന്നപ്പോ തന്നെ യോഹന്നാൻ മനസ്സിലായി ആള് വേറെയാണ്. യോഹന്നാൻ പറഞ്ഞു, ഗുരു, അങ്ങയിൽ നിന്ന് ഞാനല്ലേ സ്നാനം സ്വീകരിക്കുന്നത്, അങ്ങ് എനിക്ക് തരണം. അല്ല, ഇപ്പോൾ ഇത് സമ്മതിക്കാം. എല്ലാ നിയമവും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് ഉചിതമാണ്. യേശു യോഹന്നാന്റെ മുമ്പിൽ പോയി നിന്നു. അപ്പോൾ യോഹന്നാൻ ക്രിസ്തുവിന് സ്നാനം കൊടുക്കാൻ തുടങ്ങി. യോഹന്നാൻ ക്രിസ്തുവിന് നല്ലൊരു വചനമുള്ളതിലെ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് വന്നിരുന്നവർക്ക് സ്നാനം കൊടുത്ത സാഹചര്യമല്ല ഇപ്പം. വരിവരിയായിട്ട് ആളുകൾ ഇങ്ങനെ വരികയാണെന്ന് കിട്ടുക.
യോർദാൻ നദിയിൽ ഇങ്ങനെ പശ്ചാത്തപിച്ച് നിലവിളിച്ചുകൊണ്ട് ആളുകൾ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ഞങ്ങളെ രക്ഷിക്കണം, പാപം ഉപേക്ഷിച്ച്, ചുങ്കക്കാര് പാപം ഉപേക്ഷിക്കുന്നു, വേശ്യാസ്ത്രീകൾ പാപം ഉപേക്ഷിക്കുന്നു. അവര് വന്ന് ഈ അനുതാപത്തിന്റെ ഈ ജ്ഞാനം സ്വീകരിക്കുമ്പോൾ ഉണ്ടായ അവസ്ഥയല്ല. യേശു വന്നപ്പോൾ തന്നെ സംഭവം മാറി, സ്വർഗം തുറന്നു. യേശു സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ സ്വർഗം തുറന്നു. അതെന്താ കാരണം? നമ്മുടെ തലയിൽ കിടക്കുന്നത് യേശു സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. അതെന്താ? അതിനൊന്ന് തുറക്കാൻ യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. സ്വർഗം തുറക്കുന്ന ഒരു കാര്യം യേശു ചെയ്തു. അതെന്നെ വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-20. ലൂക്കോസ് 3:21. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ജനം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം ഇങ്ങനെ വരുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, സ്നാനം സ്വീകരിക്കുന്നു. ജനം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അടുത്ത വാക്യം. ഓ എന്നതാ ഒക്കെ പറഞ്ഞല്ല, അതാണ് എല്ലാരും പറഞ്ഞേ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കണം. എങ്ങനെയാണ്? നമ്മുടെ പ്രാർത്ഥനയിൽ അല്ല, നമ്മുടെ ശുശ്രൂഷകളൊന്നും സ്വർഗത്തിന്റെ വാതിൽ തുറന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കൊച്ചിനെ മാമോദീസയ്ക്ക് കൊണ്ടുവന്നു. സ്വർഗം തുറക്കണം. സ്വർഗം തുറക്കണേ എന്ത് ചെയ്യണം? കൊച്ചിന്റെ അപ്പൻ, കൊച്ചിന്റെ അമ്മ, തലത്തൊടാൻ വരുന്ന ആള് അല്ലെ, തലത്തൊട്ടപ്പൻ, തലത്തൊട്ടമ്മയൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരമൊക്കെ നടത്തി ദൈവത്തിൽ വിശ്വസിച്ച് ഈ വിശ്വാസം ഏറ്റു പറയാൻ പറഞ്ഞു. സ്വർഗം തുറക്കണം, സ്വർഗം തുറക്കണം. അപ്പൊ സ്വർഗം തുറക്കണം. ഞാൻ ഇങ്ങനെ പറയരുത്. ഒരിക്കലും ഒരു മദ്യപാനിയായ മനുഷ്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പുള്ളി ഭയങ്കര മദ്യപാന പ്രശ്നമൊക്കെയാണ്. അവസാനം ഞാൻ അയാളോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചു, ഇയാൾ എപ്പോഴും ആദ്യമായിട്ട് മദ്യപിച്ചത്? അത് ഓർമ്മയുണ്ട്. ഏത് വ്യക്തിയാണ് മദ്യപിച്ചതെന്ന് അറിയാനാണ് ആദ്യമായിട്ട്. പുള്ളി പറഞ്ഞു, എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഞാൻ മദ്യപാനം തുടങ്ങിയാണ്. ഓർമ്മ വെക്കുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ മദ്യപിച്ചത്, എങ്ങനെയാണ്. ആ വലിയപ്പനാണ് എൻ്റെ തലത്തൊട്ടത്, അപ്പൻ്റെ അപ്പനാണ് തലത്തൊട്ടത്. അപ്പൊ അച്ഛൻ മറ്റേ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു. പരദീസയിൽ ആദാം ഇത് കണ്ടപ്പം വലിയപ്പനെ ഒരു രംഗം കിട്ടുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയപ്പൻ മറ്റേ സാധനങ്ങൾ പൊട്ടിച്ച് ഊതിയിട്ട് ഒരു തുള്ളി എടുത്തിട്ട് പറഞ്ഞു, എടാ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത സാധനം പിടിച്ചോളാം. ഒരു തുള്ളി കൊച്ചിൻ്റെ ഭാര്യ അന്ന് തുടങ്ങിയതാണ്. വലിയ സമ്പത്തുകൾ വീട്ടിൽ അപ്പനാണ് ആദ്യത്തെ തുള്ളി കൊടുത്തത്. ഇതെല്ലാം നശിച്ചു. മദ്യപാനത്തിന്റെ ഒരു പിശാച് കയറി ആ കൊച്ചിനെ നശിപ്പിച്ചു. ഇപ്പൊ 40 വയസ്സായി, എല്ലാം തകർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സ്വർഗം തുറന്നു. ഒരു മാമോദീസ നമ്മുടെ വീടുകളിൽ നടത്തുകയാണെങ്കിൽ, നമ്മുടെ പള്ളിയിൽ നമ്മുടെ കൊച്ചിന്റെ മാമോദീസ നടത്തുകയാണെങ്കിൽ സ്വർഗം തുറന്നു. നമ്മളൊന്നാലോചിക്കും, നമ്മുടെ കാട്ടിക്കൂട്ടലിലെ സ്വർഗം തുറന്നു. കുർബാനയ്ക്ക് വന്ന മര്യാദത്തിന് ഒരു കുർബാന ഞങ്ങൾ കർത്താവിന്റെ സഭയിൽ, മണവാട്ടി സഭയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ചേർക്കുകയാണ്. എത്ര പേര് പ്രാർത്ഥിച്ചു? എത്ര പേര് വിശുദ്ധ കുർബാന സ്വീകരിച്ചു? അമ്മക്കിത് ഭയങ്കര ആഘോഷമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കും, വരുന്നവരുടെ കൂടുണ്ടോ? ഒറ്റ ചിന്ത കൂടാണോ ഡപ്പിയാണോ? ഡപ്പിയാണെങ്കിൽ മറ്റേതാണോ? അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് ഏതാ കിട്ടണത്? എന്നിട്ടിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അവരുടെ കൃത്യമായിട്ട് 2 ഗ്രാമിന്റെ മോതിരം കൊണ്ടത് ഇവർ കൊണ്ടുവന്നിട്ട് 300 രൂപയുടെ ഉടുപ്പ് ഞാൻ കാണിക്കാനാ. ഇതും പൂർവ്വത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. യേശു എങ്ങനെ സ്നാനം സ്വീകരിക്കുന്നത്? അവൻ സ്നാനം സ്വീകരിക്കാൻ നേരത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിന്റെ വാതില് സ്വർഗം തുറന്നു. ഒരു കാര്യം മനസ്സിലാക്കാം, എവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ അതിന്റെ മുകളിൽ തോർക്കും. അവർക്ക് പറഞ്ഞേ, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് താഴെ നിലവിളിക്കുന്നവരുടെ ജീവിതത്തിൽ സൗഖ്യമായിട്ടുള്ളവരിലേക്ക് സൗഖ്യം, സമാധാനം അഭിഷേകം നോക്കി സമാധാനമായിട്ടുള്ളവരിലേക്ക് സമാധാനം, ആശ്വാസം വേണ്ടവരിലേക്ക് ആശ്വാസം, ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കൃപ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ശരിയാണ്, പാപികളും ബലഹീനരൊക്കെയാണ്. പക്ഷെ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. സ്തെഫാനോസിന്റെ ഒരു കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. എറിയാൻ നേരത്ത് എറിയന്റെ ചേട്ടാ എന്ന് സ്തെഫാനോസ് പറഞ്ഞില്ല. ഉപദ്രവിക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞില്ല. പുള്ളിയുടെ ജോലി എന്തായിരുന്നു? സ്തെഫാനോസിന് ജോലി എന്തായിരുന്നു? സുവിശേഷമല്ല. സ്തെഫാനോസിന്റെ ജോലി എന്തായിരുന്നു?
അതായത് അവിടെ വലിയ വിഷയമായിരുന്നു. സുവിശേഷം വരെയും വരുന്നത്, സുവിശേഷം കേൾക്കാൻ വരുന്ന ആളുകൾ മീറ്റിംഗ് കഴിയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ ഈറ്റിംഗ് ശരിയായില്ല, ഞങ്ങളുടെ ഭക്ഷണം ശരിയായില്ല. എന്താണ്, ഞങ്ങളുടെ ചേച്ചിമാർക്ക് കൊടുത്തപ്പോൾ മുഖം നോക്കി കൊടുത്തു, വേണ്ടവരെ വിളമ്പിയില്ല, അവിടെ വിളമ്പി ശരിയായില്ല, ഇവിടെ വിളമ്പി ശരിയായില്ല. അപ്പോൾ 10 ദിവസം എല്ലാം കൂടെ പറഞ്ഞു, നിങ്ങളെന്തേ പറയുന്നത്? ഞങ്ങളിവിടെ വചന ശുശ്രൂഷയുടെ ഇടയിൽ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് വിളമ്പിനോടത്തൊന്ന് നോക്കാൻ പറ്റുമോ? അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണ്ടേ? അപ്പോൾ പറഞ്ഞാൽ വൃത്തിയായിട്ടല്ല ചെയ്തത്, എൻ്റെ ഭാര്യ വന്നപ്പോൾ ചെറിയ കഷ്ണം ഇട്ടത്, മറ്റവൻ്റെ ഭാര്യ വന്നപ്പോൾ കൂടുതൽ ഇട്ട് കൊടുത്തത്, അത് ശരിയാവില്ല, കൂടുപണം വഴക്കാൻ. അപ്പോൾ അവർ പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം, വിളമ്പാൻ ഒരു 7 പേർ തന്നെയാണ്, കൃപാവരുടെ 7 പേർ തന്നെ. ഭക്ഷണ മേശയിൽ ആളുകൾ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ശുശ്രൂഷയ്ക്കും അപ്പോസ്തലന്മാർ വചന ശുശ്രൂഷ നടത്തുമ്പോൾ വരുന്ന ജനത്തിന് വേണ്ട വോളണ്ടിയേഴ്സ് ആയിട്ട് തന്നെ ആൾക്കാരാണ്. അതിൽ കൃപാവരുള്ളതിലായിരുന്നു സ്തെഫാനോസ്. പുള്ളി എല്ലാം വളരെ ചിട്ടയായിട്ട് ചെയ്തതാണ്, കൃപയോട് കൂടെ ചെയ്യരുത്. ഇപ്പൊ ഏറിങ്ങനെ പറഞ്ഞെടുത്ത് സ്തെഫാനോസ് നോക്കി, ചേട്ടാ ഇന്നാളെ ഞാൻ ചേച്ചിക്ക് ഞാനല്ലേ വിളമ്പി തന്നെ, ഇതൊന്നും സ്തെഫാനോസ് പറയുന്നില്ല. ഏറിങ്ങനെ വരാൻ വന്ന് എറിയണ വ്യക്തിയെ കണ്ടില്ല, എറിയണ ആളെ കണ്ടില്ല, ഏറ് പറയുന്ന സ്ഥലമൊന്നും കണ്ടില്ല. പകരം പുള്ളി പ്രാർത്ഥിച്ചു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ സ്തെഫാനോസ് പ്രാർത്ഥിച്ചത്. എന്താ സ്തെഫാനോസ് പ്രാർത്ഥിച്ചത്? കർത്താവേ ഇവരുടെ പാപം പൊട്ടതെറ്റി. എന്താ സ്തെഫാനോസ് വായിച്ചത്? അപ്പോസ്തല പ്രവൃത്തി. അത് തന്നെ അപ്പോസ്തല പ്രവൃത്തി. സ്തെഫാനോസ് പ്രാർത്ഥിച്ചത് അപ്പോസ്തല പ്രവൃത്തി 56 മുതൽ 7:56. സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു ഞാൻ കാണുന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞ നമുക്കറിയാലേ എന്താണ് വലതുഭാഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ വലതുഭാഗത്ത് നിന്ന് കർത്താവ് അവന് വേണ്ടി എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 59-ാം വചനം. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത് കേട്ടോ? അവർക്ക് വായിച്ചേ. കർത്താവായ യേശുവേ. അവനിങ്ങനെ പ്രാർത്ഥിച്ചു. സ്വർഗം തുറന്നിരിക്കുന്നു. കർത്താവായ യേശുവേ. യേശുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണം. അതിന്റെ അർത്ഥം ഞാനിത് അങ്ങോട്ട് വരുവാണെന്നാണോ? അല്ല, എന്റെ ആത്മാവ് നിന്റെ കയ്യിൽ തന്നെ ആയിരിക്കണം, എന്റെ ശരീരത്തിലായിരിക്കരുത്. എന്താ കുഴപ്പം? എന്റെ ഈ ശരീരത്തിൽ എന്റെ ആത്മാവ് ഇരുന്നിട്ട് ഞാനെങ്ങാനും കല്ലെറിയുന്നവനെ മെനകെട്ടവനെ എന്നെങ്ങാനും വിളിക്കാൻ തുടങ്ങിയാൽ ഈ ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവ് നഷ്ടപ്പെടുന്നു ഒന്നും വരാതെ നീ എന്നെ കാത്തുകൊള്ളണം. ആത്മാവ് നഷ്ടപ്പെടുന്ന ഒന്നും വരാതെ സൂക്ഷിക്കണം. ശരീരത്തെ രക്ഷിക്കണം നല്ല പ്രാർത്ഥിച്ചത്. നമ്മളാണ് എന്ത് പ്രാർത്ഥിക്കുക? കർത്താവേ ഏറുള്ളത് കാത്തുകൊള്ളണമേ, എറിഞ്ഞാൽ തന്നെ വേദനകളുള്ളത് കാത്തുകൊള്ളണമേ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചത്. സ്തെഫാനോസ് എന്താ പ്രാർത്ഥിച്ചത്? ശരീരത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. സ്തെഫാനോസ് ആദ്യം ഏറ് കിട്ടാൻ ആദ്യം പ്രാർത്ഥിച്ചത് ശരീരത്തിന് എന്തെങ്കിലും പറ്റുന്നതല്ല, എന്റെ ആത്മാവ് ദോഷമൊന്നും എന്തൊരു അഭിഷേകത്തോടെ അർത്ഥം മനസ്സിലായി. പലതരം ഓരത്തിൽ പറഞ്ഞു അതിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറഞ്ഞു. ശരീരത്തിന് എന്തെങ്കിലും പറ്റരുത് എന്നല്ല പറഞ്ഞത്. കർത്താവേ ഈ രോഗം എനിക്ക് വരുമ്പോൾ, ഈ കടഭാരം എനിക്ക് വരുമ്പോൾ, ഈ വീട്ടിൽ പ്രശ്നം നിൽക്കുമ്പോൾ, ഈ പ്രതിസന്ധി ഞാൻ ചെന്നപ്പെടുമ്പോൾ, ഈ വീട്ടിലെ പ്രശ്നം നിൽക്കുമ്പോൾ, ഈ പരാജയം വരുമ്പോൾ, ഈ പ്രതിസന്ധി വരുമ്പോൾ, ഈ ജീവിത സാഹചര്യം വരുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാവ് നഷ്ടപ്പെടുന്ന സംസാരങ്ങൾ വായിന്ന് വരരുത്. ആത്മാവ് നഷ്ടപ്പെടുന്ന ചിന്ത എന്റെ തലയ്ക്കകത്ത് വരരുത്. ആത്മാവ് നഷ്ടപ്പെടുന്ന പ്രവൃത്തി എന്നിൽ വരരുത്. കർത്താവിന്റെ ആത്മാവിനെ കാത്തോളണം. അത് വീണ് പോകരുത്, അത് നശിച്ചു പോകരുത്, അത് നിർജീവമായി പോകരുത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന് ദൈവം കൊണ്ട് കൈക്കൊണ്ടു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, ഈ പാപം ഇവരുടെ മേൽ അത് അപേക്ഷിച്ചു. അവൻ പ്രാർത്ഥിച്ചു, എന്റെ ആത്മാവിനൊരു കുറവ് വരും. സ്വർഗം തുറന്നു. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വരും? അതാ ഞാൻ പറഞ്ഞു, എന്ത് വരും? സ്വർഗം തുറന്നു. യോഹന്നാന് മുന്നിൽ വെച്ച് യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. യോഹന്നാൻ കണ്ടു, സ്വർഗം തുറന്നു. സ്വർഗം തുറന്നത് മാത്രമല്ല, യോഹന്നാൻ കണ്ടു എന്ത്? പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ. അപ്പൊ പുള്ളി എന്നാ കണ്ടു? യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് കണ്ടു. കണ്ടത് മാത്രമല്ല, പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ കേട്ടു. ഇവനിലേക്ക് പ്രസാദം കേട്ടു. അപ്പൊ യോഹന്നാൻ കണ്ടു, യോഹന്നാൻ കേട്ടു. തീർന്നോ? യോഹന്നാൻ കണ്ടു യേശുവിനെ. സംശയം വല്ലതും ഉണ്ടോ? യോഹന്നാൻ നമ്മളൊരു സാധനം കണ്ട, ഇതൊരു ബേസനാണ്, ഇതൊരു ഭണ്ണാരപ്പെട്ടിയാണ്, നമ്മൾ കണ്ടു. ഇനി സംശയിക്കും, ഇത് ഭണ്ണാരപ്പെട്ടിയാണോ ശവപ്പെട്ടിയാണോ? അങ്ങനെ ആരും ചിന്തിക്കും. ഇല്ല, നമ്മൾ കണ്ടു.
കേട്ടു, നേരിട്ട് കേട്ടു. അടുത്തത് യോഹന്നാൻ തൊട്ടു. അല്ലേ? ആരെ തൊട്ടു? ഈ ലോകത്തിന്റെ പാപം വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യോഹന്നാൻ തൊട്ടു. അപ്പൊ കണ്ടു, കേട്ടു, തൊട്ടു, പ്രാപിച്ചു. ഈ ക്രിസ്തുവിൽ നിന്ന് യോഹന്നാൻ പ്രാപിച്ചിട്ട് വിളിച്ചു പറഞ്ഞ അവന്റെ ചെരുപ്പിന്റെ വാഹനം പോലും. ഇനി ചോദ്യം നിങ്ങളോട്, ഇങ്ങനെ കണ്ട് കേട്ട് തൊട്ട് ഉറപ്പിച്ച ഒരു വിശ്വാസത്തെ തളർത്താൻ ആർക്കും പറ്റും? മാറ്റി പറയുന്നത് പറ്റൂ? നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ കണ്ട് കേട്ട് തൊട്ട് അറിഞ്ഞ ഒരു സത്യത്തെ പിന്നെ അവിശ്വസിക്കുക. ഇതിലിരിക്കുന്ന ആരുടെ ജീവിതത്തിലെ ദൈവം ഇടപെടുന്നത്? ഈ കസേരയിലിരിക്കുന്ന ആരുടെ ജീവിതത്തിലാണ് സ്വർഗത്തിന്റെ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നത്? ഇപ്പൊ വിശ്വാസം തോന്നിച്ചു. ഇനി കേട്ടോ, യോഹന്നാൻ കണ്ട് കേട്ട് തൊട്ട് അറിഞ്ഞ് ഉറപ്പിച്ചു. യോഹന്നാനാണ് വഴിതെളിച്ചത്. യോഹന്നാനും മരിക്കാൻ പോലും പേടിയിലിരുന്നു. ഹെരോദാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, നിന്റെ ജീവിതം നേരെയാക്കി കൊള്ളണം, ദുഷ്പ്രവൃത്തികൾ മാറ്റണം, വീട്ടിലിരിക്കുന്ന ചേച്ചിയെ മര്യാദക്ക് പറഞ്ഞു വിടുന്നത് നിയമാനുസൃതമല്ല. പിടിച്ച് ജയിലിലിട്ടപ്പോഴും പുള്ളിക്ക് ഒരു കൂസലില്ല. കാരണം പുള്ളിക്കൊരു കാര്യം അറിയാം, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജയിലിൽ കിടക്കുന്നത്? ഞാൻ വഴി കാട്ടി ഒരുത്തിന് വേണ്ടിയിട്ട്. അവൻ ആരാണ്? സത്യദൈവത്തിന്റെ പുത്രൻ, സർവശക്തനായ കർത്താവ്. ഞാൻ അവന് വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്. അവൻ ആരാ? സർവചരാചരങ്ങളെയും മെനഞ്ഞെടുത്ത സർവശക്തന്റെ പുത്രൻ. കൈക്കൊമ്പിളിൽ ആഴിയിലെ വെള്ളത്തെ എടുപ്പാൻ കേൾപ്പുള്ള ദൈവത്തിന്റെ പുത്രൻ. ഈ മഹാ ആകാശത്തെ ഞാനിന്മേൽ അളക്കുന്നത്, ഈ വലിയ പർവ്വതങ്ങളെ വെള്ളിക്കോലിൽ അളക്കാൻ കേൾപ്പുള്ളവർ, കുന്നുകളെ തുലാസിൽ തൂക്കി നോക്കുന്ന ദൈവം, അഗ്നിയിലൂടെ നടന്നാലും പെരുന്നതിയിലൂടെ നടന്നാലും ഒന്നും പറ്റില്ലെന്ന് പഠിപ്പിച്ച സർവശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് യേശു. ആ ഉറപ്പിലാണ് തന്റെ കൂടെ വിശ്വസിച്ചിറങ്ങിയ ചെറുപ്പക്കാരോട് പറഞ്ഞത്, മക്കളെ എന്റെ കൂടെ അല്ലേ, അവന്റെ കൂടെ പോകുന്നു പറഞ്ഞു. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വായിച്ച് 19 വചനം വായിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ കണ്ണൊക്കെ തള്ളി നിൽക്കുകയാണ്. യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുന്നു. യേശു വരുന്നത് കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് യോഹന്നാൻ അറിയുന്നത്, നയ്യനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, സദാദിവന്റെ വൃത്തിയെ സുഖപ്പെടുത്തി. ഇതൊക്കെ അറിഞ്ഞു ഇന്നുവരെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ യോഹന്നാൻ ചോദിച്ചു, അതെ, നിങ്ങളിലേക്ക് പുള്ളിക്കാരനെ കാണാൻ ഒരു കാര്യം ചോദിക്കാമോ? എന്നാ വരാനിരിക്കുന്ന ആ വലിയ മസിക സത്യത്തിൽ അന്ന് തന്നെയാണോ, അതിന് വേറെ ആരെങ്കിലും ആണോ, എനിക്കൊരു തെറ്റും പറ്റിയതാണോ? അതെന്നെ പറ്റി. യോഹന്നാൻ കണ്ടിട്ടാണോ വിശ്വസിച്ചത്? തൊട്ടിട്ടാണോ വിശ്വസിച്ചത്? കേട്ടിട്ടാണോ വിശ്വസിച്ചത്? നമ്മൾ പറഞ്ഞില്ലേ, കണ്ടിട്ടും തൊട്ടിട്ടും കേട്ടിട്ട് വിശ്വസിച്ചാൽ വിശ്വാസം പോകില്ലെന്നല്ലോ പറഞ്ഞു. അപ്പൊ യോഹന്നാൻ വിശ്വാസത്തോടെ പോയി. യോഹന്നാൻ വിശ്വാസം താഴ്ന്നു. യോഹന്നാന് വിശ്വസിക്കാനേ പറ്റില്ല. എന്തുകൊണ്ട് യോഹന്നാന് വിശ്വാസം താഴ്ന്നു? എന്തുകൊണ്ട് യോഹന്നാന് വിശ്വാസം ഉറപ്പിക്കാൻ പറ്റാതെ പോയി? ഒറ്റ കാര്യമുണ്ട്, നിരന്തരമായ പ്രതികൂലതകൾ എന്ത് ചെയ്തു? നമ്മുടെ വിശ്വാസത്തെ ബാധിച്ചു. അത് അന്നും ഇന്നും അങ്ങനെയാണ്. നിരന്തരമായ വിശ്വാസത്തിനേക്കുന്ന നിരന്തരമായ പ്രതികൂലതകളിൽ യോഹന്നാൻ തളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ദൂത് പറയും. ഈ കസേരയിൽ നിന്ന് കർത്താവിന്റെ നാമത്തിൽ ധ്യാനിക്കുന്ന ഓരോ ദൈവവും എന്റെ ജീവിതത്തിൽ നീ ഇടയ്ക്കിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നയ്യനിലെ വിധവയുടെ ജീവിതത്തിൽ ഇടപെട്ടു, സദാദിവന്റെ പ്രത്യനിൽ ഇടപെട്ടു, അപ്പുറത്തെ വീട്ടിലെ ക്യാൻസർ മാറി, ഇപ്പുറത്തെ വീട്ടിലെ കടം മാറി, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ജോലി കിട്ടി. എന്റെ വീട്ടിൽ എന്തേ? സത്യത്തിൽ ദൈവം ഉണ്ടോ? എന്റെ വിഷയം മാത്രം എന്താ ദൈവം കേൾക്കാത്തത്? സത്യത്തിൽ ഇത് ദൈവം തന്നെയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ചഞ്ചലിച്ചു. സാഹചര്യങ്ങളായാലും കാരാഗൃഹത്തിലെ ഒറ്റപ്പെടലിൽ അയാളുടെ ആന്തരിക ബലം അയാൾ ചോദിച്ചു, നിങ്ങൾ ചെന്നിട്ട് വരാനിരിക്കുന്ന ആള് ഒറിജിനലാണോ നീ, അതോ വേറെ ആളിന് വരൂ എന്ന് ചോദിച്ചിട്ട് വരാൻ പറ്റും. ഇപ്പൊ ശിഷ്യന്മാർ മിക്കവാറും പറയാം, ഗുരു നിങ്ങൾ ചോദിച്ചിട്ട് വരാം. യേശുവിന്റെ അടുത്ത് തന്നെ, ഗുരു ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കണം, എന്നെ മക്കളെ പറ. ഇപ്പൊ ഇവർ പറഞ്ഞു, അതെ
വരാനിരിക്കുന്ന ആള് അങ്ങ് തന്നെയാണോ അതോ വേറൊരാളെ കാത്തിരിക്കണമെന്ന് അങ്ങയോട് ചോദിക്കാൻ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അങ്ങയോട് ചോദിക്കാൻ യോഹന്നാൻ ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡൗട്ടല്ല, ആരുടെയാ? യോഹന്നാന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല. യോഹന്നാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നാ മറുപടി പറയട്ടെ? യേശുവിന് അപ്പോഴേ മനസ്സിലായി, എനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നവൻ, എന്നെ പ്രതി കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ, എനിക്ക് വേണ്ടി മുന്നമേ അയക്കപ്പെട്ടവൻ, വിശ്വാസത്തിൽ ചഞ്ചലപ്പെട്ടവൻ, വിശ്വാസത്തിൽ തളർന്നു കിടക്കുന്നവൻ, അവനെ ഉണർത്താം. അവൻ തളർന്ന കാരാഗ്രഹത്തിൽ മരിക്കരുത്. വിശ്വാസം നഷ്ടപ്പെട്ട് അവനെ കാരാഗ്രഹത്തിൽ തലതല്ലി ചാവരുത്. അവൻ വിശ്വാസത്തിന്റെ ധീരനായി തന്നെ ഇത് പോകണം. എന്താ ചെയ്യേണ്ടത്? യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, വാ, ഈ മരുന്ന് യോഹന്നാൻ കൊടുക്കണം. വിശ്വാസത്തിൽ ക്ഷീണിച്ചവന് ഈ മരുന്ന് കൊടുക്കണം. പലതരത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മരുന്ന് ഞാൻ പരിചയപ്പെടുത്തിയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അമൃതം. ഈ മരുന്ന് വിശ്വാസത്തിൽ തളരുമ്പോൾ ഈ മരുന്നെടുത്ത് സേവിച്ചോളൂ. ഇതാണ് മരുന്ന്. എന്താ മരുന്ന്? യേശു അവരെ വിളിച്ചിട്ട് പറഞ്ഞു, യോഹന്നാന്റെ വിശ്വാസത്തിൽ ചെറിയ ക്ഷതം സംഭവിച്ചു. കുറെ നാളെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്, ക്ഷതം സംഭവിച്ചു. ഈ മരുന്ന് കുടിക്കൊണ്ട് കൊടുക്കണം. ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പുള്ളിൽ സേവിക്കണം. വിശ്വാസം ചെയ്തു. എന്നാ മരുന്നെന്നറിയോ? ഇങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞു, കേട്ടോ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. എന്താ യോഹന്നാൻ എന്ന് പറയുന്നത്? വരാനിരിക്കുന്നവൻ ഞാനാണോ എന്നാണ് ചോദ്യം. ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. ആണോ അല്ലെന്ന് പറഞ്ഞാൽ മതി. സംശയിക്കണ്ട, ഞാനാണെന്ന് പറഞ്ഞാൽ അത്ര പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഇത് വിഷയമാകും, തീരൂല. ഇത് നാളത്തെ തലമുറയ്ക്ക് വേണ്ട. ഇത് എനിക്കും നിങ്ങൾക്കും ഈ വിഷയം ഉണ്ടാകുന്നേ. ഈ വിശ്വാസത്തിന്റെ ചഞ്ചലിപ്പ് നമുക്കുണ്ടാകുന്നേ. ഇപ്പൊ യോഹന്നാനോട് അത് ഞാനാണെന്ന് പറഞ്ഞു കൊടുത്താൽ ഉത്തരം കൊണ്ട് നമ്മൾ തൃപ്തരാവില്ല, നമ്മൾ സുഖപ്പെടില്ല. നമ്മളും കൂടെ സുഖപ്പെടാനുള്ള മരുന്ന് യോഹന്നാൻ കൊടുത്തു കൊടുത്തു. പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതുപോലെ യോഹന്നാൻ അറിയിക്കുക. എന്താണ് അവർ കണ്ടത്, എന്താണ് അവർ കേട്ടത്? കേട്ടോ, നിങ്ങൾ ചെന്ന് യോഹന്നാൻ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം. എന്താണ് അവർ കാണുകയും കേൾക്കുകയും ചെയ്തത്? കർത്താവ് ചെയ്യുന്നത് കണ്ടു കേട്ടു. കർത്താവിന്റെ പ്രവർത്തികൾ കണ്ടു കേട്ടു, അതറിയിക്കും. അത് യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്നുവെച്ചാൽ സ്വർഗം ഭൂമിയിൽ ചെയ്തത് കണ്ടതും കേട്ടതും ഇതിനകത്തുണ്ട്. ഇതെടുക്കുക, ഇതെടുക്കുക, ഇതെടുക്കുക. ഇതിനകത്തുണ്ട് സ്വർഗം ചെയ്തതും സ്വർഗം പറഞ്ഞതും ഇതിനകത്തുണ്ട്. ഇത് കൊടുക്കുക, വചനം കൊടുത്ത് ബലപ്പെടുത്തുക. നിങ്ങളെ കണ്ടതും ഈ കേട്ടതും, ഞാൻ ഈ പറയുന്നതും ഞാൻ ചെയ്തതും എന്റെ പ്രവൃത്തികൾ യോഹന്നാൻ അറിയിക്കുക. ചുരുക്കി പറഞ്ഞു, വചനം വായിക്കുക, വചനം സ്വീകരിക്കുക. അതുകൊണ്ടാണ് റോമാലേഖനം 10 നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്ന്. എന്ത് കേൾക്കുമ്പോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും കേട്ടാ പോരാ, എന്തെങ്കിലും കേട്ടാ പോരാ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേൾക്കും. ദൈവങ്ങളെ, ഇത് വായിക്കും, ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇതിലുള്ളത് വിശ്വസിക്കും, ഇത് വിശ്വസിക്കും, കൊതിയോടെ ഇത് വായിക്കും. പിശാച് എന്ത് ചെയ്യുന്നു? നമ്മളിത് വായിക്കാതിരിക്കാനുള്ളത് നമ്മുടെ തലയിലും, നമ്മുടെ തലയിലും. ഇതെങ്ങനെയും വായിക്കാതിരിക്കണം. അപ്പൊ ഞാൻ എൻ്റെ കാര്യം പറയാം. നമ്മൾ വായിക്കണം, കൊതിയോടെ വായിക്കണം എന്ന് വെച്ച് നമ്മൾ തുറക്കാൻ നേരം ഇത് അഞ്ചപ്പം പഠിച്ചു. ഇത് ഞാൻ 100 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇത് സമയം അതിനൊക്കെ 1 പ്രാവശ്യം പഠിച്ചു. നമുക്കറിയാത്ത ഒന്നുമില്ല ശരിക്കും പറയാം, വായിക്കാൻ തുടങ്ങും. പിന്നെ ഞങ്ങൾ വായിക്കുമോ? ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇതിനകത്തൊരു അലസതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് വായിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് ഓരോ ദിവസവും സംസാരിക്കുന്നത്.
വചനം തലയിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. അറിയുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എനിക്ക് പറയാം, വചനം അറിയാം, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ശമരിയക്കാരി സ്ത്രീ യേശുവിനോട് പറഞ്ഞു, മശിഹ വരുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ സ്വഭാവത്തിൽ വല്ല മാറ്റം ഉണ്ടായിരുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 6ാമത് ഒന്നിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മശിഹ വരുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ ജീവിതത്തിൽ യേശു നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ശിഷ്യന്മാരോട്. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ വചനം നിന്റെ കയ്യിലാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ചേച്ചി ചോദിച്ചപ്പോ, അടിമപ്പണി ചോദിച്ചു, പത്രോസ് പറഞ്ഞു, എനിക്ക് അവനെ അറിയാം. നിത്യജീവന്റെ വചനം നിന്റെ കയ്യിലാണെന്ന് എനിക്ക് അറിയാം, പക്ഷെ ശമരിയക്കാർ പാവപ്പെട്ട സ്ത്രീ വെച്ച് കഴിയുമ്പോൾ അടിമപ്പണിയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അവനെ അറിയാം. അപ്പൊ തലയിൽ അറിഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം? 119 സങ്കീർത്തനം 11 തിരുവചനത്തിൽ ദാവീദ് വിളിച്ചു പറഞ്ഞു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ എന്റെ തലയിലാണോ? അല്ല, ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി ഞാൻ അങ്ങയുടെ വചനം എടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പിന്നീട് നമ്മൾ യോഹന്നാനെ കാണുന്നത് കഴുത്തങ്ങൾ കണ്ടിച്ചുകൊണ്ട് വലിയ ആഘോഷം നടത്തി. കൊച്ചു വന്ന് പെണ്ണ് വന്ന് ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര അഭിമാനമായി. ഭയങ്കര സന്തോഷം അഭിമാനമായി. ഇപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ മോളെ അപ്പനൊന്ന് വലിയ വിലയായി പോയിട്ടോ. അയൽവക്കത്തെ രാജാക്കന്മാരുടെയും പ്രമുഖന്മാരുടെ മുമ്പിൽ മോളുടെ ഡാൻസ് കണ്ടിട്ട് അവരെല്ലാം പറഞ്ഞു, ഇങ്ങനെ ഒരു കൊച്ചിനെ കിട്ടിയത്, അയ്യോ എൻ്റെ അപ്പൻ്റെ അഭിമാനം, മോക്ക് എന്നാ വേണ്ടേ? അപ്പൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ മോളി വെച്ചു, മോളോട് പറഞ്ഞു, മോക്ക് എന്നാ വേണ്ടത്? പിന്നെ രാജ്യത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ അത് കൂടെ തന്നേക്കാം. പിന്നെ പിന്നാലത്തെ അപ്പൻ എന്ത് സന്തോഷം എന്നറിയുമോ? കൊച്ചു പറഞ്ഞു, എന്നാ വേണ്ടത് എനിക്കറിയാൻ മേല, പാവാടയാണോ ചുരിദാറാണോ ഇനി എങ്ങനത്തെ നിക്കറാണോ അതാണെന്ന് അറിയാൻ മേല. അമ്മയുടെ ഒരു കിട്ടുന്നു. അമ്മ പപ്പ ഭയങ്കര സന്തോഷത്തില്ല, എന്നെ അവിടെ തരാൻ പറഞ്ഞു, എന്നെ വേണ്ടത് അന്ന് തുണിയൊന്നും ചോദിക്കില്ല, ആഭരണം ചോദിക്കില്ല, ചെന്നിട്ട് കാര്യം പറഞ്ഞു, ഒരു പ്ലേറ്റ് നടത്താൻ യോഹന്നന്റെ തലയിൽ തരാൻ വേണം. കൊച്ചി എന്നിട്ട് പറഞ്ഞു, വേറെ ഒന്നും വേണ്ട, യോഹന്നന്റെ തല ഒരു താരത്തിൽ വെട്ടി അമ്മയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് അമ്മയുടെ തൃപ്തി അറിയുള്ളൂ. പകം കർത്താവിന്റെ വഴി നയിക്കാക്കിയതിന്റെ പേരിൽ ഹെറോദയുടെ നെഞ്ചിനകത്ത് പകം. യോഹന്നാനെ വെട്ടി കൊണ്ടുവന്നു, തലയെടുത്ത് താരത്തിൽ വെച്ചിട്ട് ഹെറോദിക്ക് മുന്നിൽ